2019 എ പത്മകുമാറിന്റെ നേതൃത്വത്തിലുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഭരണസമിതിയെ പ്രതിക്കൂട്ടിലാക്കി ദേവസ്വം മന്ത്രി വി എൻ വാസവൻ. സ്വർണ്ണപ്പാളി ചെന്നൈയിലേക്ക് കൊണ്ടുപോയപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം ഉദ്യോഗസ്ഥർ പോകാത്തതിൽ വീഴ്ചയുണ്ടായി എന്ന് മന്ത്രി പറഞ്ഞു. എന്നാൽ താൻ ചട്ടം ലംഘിച്ചിട്ടില്ല എന്നും പേടിക്കാനൊന്നുമില്ല എന്നുമായിരുന്നു പത്മകുമാറിന്റെ പ്രതികരണം. ചോദ്യം ന്യായമാണ്. അന്ന് ഇവന്റെ കൂടെ 2019 ദേവസ്വം ഉദ്യോഗസ്ഥന്മാരുടെ കൂടെ പോകേണ്ടതില്ലെന്നും ശരിയാണ്. അല്ല, കൃത്യമായി പറഞ്ഞല്ലോ, ബോർഡ് പ്രോപ്പറായി തീരുമാനം എടുത്താലും അത് നടപ്പാക്കുന്ന രംഗത്തേക്ക് ഉദ്യോഗസ്ഥന്മാരെയാണ് ചുമതലപ്പെടുത്തുക. ആ ചുമതലപ്പെടുത്തിയ കൂട്ടത്തിൽ ഇയാളെ മാത്രമായിട്ട് 2019 എന്തിനു കൊടുത്തുവിട്ടു എന്ന കാര്യം നിങ്ങൾ ചോദിച്ച ചോദ്യം പ്രസക്തമാണ്. അവരാരെങ്കിലും ഉദ്യോഗസ്ഥന്മാർ കൂടെ പോകേണ്ടതില്ലേ? ഇയാളായിരുന്നു അതിന്റെ വാറണ്ടി ഇയാളുടെ പേരിലായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് അവർ വിശ്വസിച്ച് കൊടുത്തുവിട്ടത്. അങ്ങനെ കൊടുത്തുവിടാൻ പാടില്ല. നിശ്ചയമായും ഇപ്പൊ കൊണ്ടുപോയതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാരുടെ സാന്നിധ്യത്തിൽ വേണമായിരുന്നു കൊണ്ടുപോയി അവിടെ വരാൻ പറഞ്ഞാൽ മതിയായിരുന്നു. അത് ന്യായമായ യുക്തിക്ക് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യമുണ്ട്. അത് ഇപ്പോൾ അവർ അന്വേഷിക്കട്ടെ. അന്വേഷണ സംഘം പരിശോധിക്കട്ടെ. നമുക്ക് ആശങ്കയൊന്നുമില്ല, ഒരാശങ്കയില്ല. കാര്യമില്ലല്ലോ, അന്വേഷണം നടക്കട്ടെ. ഇതെപ്പോഴാ പോയെന്നും എപ്പോഴാ കണ്ടതെന്നും അല്ലെങ്കിൽ അവിടെ സ്വർണ്ണം ഉണ്ടായിരുന്നെന്നും ഒക്കെ ഉള്ളത് കണ്ടുപിടിക്കട്ടെ. വിദേശയാത്രയൊക്കെ നടത്തിയ ആളുകൾ പേടിച്ചാൽ മതിയോ? എനിക്കെന്തായാലും പേടിക്കാനില്ല. നമ്മൾ ചട്ടമൊന്നും ലംഘിച്ചിട്ടില്ല, ഒന്നും ലംഘിച്ചിട്ടില്ല. എല്ലാം ദേവസ്വം മാനുവൽ. തീർച്ചയായിട്ടും അന്വേഷണ സംഘം. ആർ ശ്രീജിത്ത് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീജിത്ത്, ഇതിലിപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമല്ല ഇതിലെ ഗൂഢാലോചന നടത്തിയത്, അല്ലെങ്കിൽ ഇതിലെ ആരോപണ വിധേയർ ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമല്ല എന്ന് ഹൈക്കോടതി തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ഇതിൽ ഉദ്യോഗസ്ഥരുടെ പങ്കുൾപ്പെടെ കോടതിക്ക് ചില സൂചനകളുണ്ട്. ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിൽ തന്നെ അതിന്റെ പരാമർശങ്ങളുമുണ്ട് എന്നാണ് തോന്നുന്നത്. പക്ഷേ ഇതിൽ സർക്കാരിന്റെ നിലപാട് എന്താണ്? എങ്ങനെയായിരിക്കും ഈ വിഷയത്തെ പ്രതിരോധിക്കുക? ഇത് നിയമസഭയിൽ ഇന്ന് സമാനതകളില്ലാത്ത പ്രതിഷേധം. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് BJP മാർച്ച് നടത്താൻ പോകുന്നു. ഭക്തജന സംഗമങ്ങൾ സംഘടിപ്പിക്കാൻ കോൺഗ്രസ് ഒരുങ്ങുന്നു. അപ്പോൾ ഇതിനെ പ്രതിരോധിക്കുക എങ്ങനെയായിരിക്കും സംസ്ഥാന സർക്കാർ? എന്താണ് മറുപടി പറയാനുള്ളത് സർക്കാരിന്, ദേവസ്വം ബോർഡിനും വകുപ്പിനുമൊക്കെ? വിജയകുമാർ, സർക്കാർ പ്രതിരോധിക്കുന്നതിൻ്റെ ആദ്യഘട്ടമാണ് ഇപ്പോൾ വി എൻ വാസവന്റെ പ്രതികരണത്തിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. 2019 ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം സ്വർണ്ണപ്പാളി ഇളക്കി വിട്ടപ്പോൾ അദ്ദേഹത്തോടൊപ്പം ഉദ്യോഗസ്ഥർ അനുഗമിക്കാത്തത് തെറ്റാണെന്ന കുറ്റസമ്മതമാണ് ഇന്ന് വി എൻ വാസവൻ വാർത്താസമ്മേളനത്തിൽ പ്രകടിപ്പിച്ചത്. അപ്പോൾ 2019 പിഴവ് പറ്റിയെന്ന കാര്യം സ്ഥിരീകരിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. ആ കുറ്റം അഡ്മിറ്റ് ചെയ്യാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന കാര്യം സർക്കാരിനും വ്യക്തമാകുന്നുണ്ട്. അതല്ലാതെ ഈ വിവാദം അവസാനിപ്പിക്കാൻ കാര്യമായിട്ടുള്ള മറ്റൊരു നടപടികൾ കൊണ്ടും കഴിയില്ല എന്നും സർക്കാർ തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ടാണ് 2019 ഉണ്ണികൃഷ്ണൻ പോറ്റി കൈവശം ഈ സ്വർണ്ണപ്പാളി കൊടുത്തുവിട്ടത് തെറ്റായിപ്പോയി, ഉദ്യോഗസ്ഥർ അനുഗമിക്കേണ്ടതായിരുന്നു എന്ന ചോദ്യം പ്രസക്തമാണെന്ന് വി എൻ വാസവൻ ആവർത്തിച്ച് വ്യക്തമാക്കാൻ കാരണം. എന്നാൽ ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമാണോ ഇതിൻ്റെ ഉത്തരവാദിത്വം എന്ന ചോദ്യം കൂടി ഇവിടെ പ്രസക്തമാകുന്നുണ്ട്. കാരണം ശബരിമല ശ്രീകോവിലിന് മുന്നിലെ സ്വർണ്ണപ്പാളികൾ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികൾ ഇളക്കി കൊടുത്തുവിടണമെങ്കിൽ അവിടെ ഒരു തീരുമാനം വേണം. ആ തീരുമാനം കൈക്കൊള്ളേണ്ടത് ദേവസ്വം ബോർഡാണ്. കോടതിയുടെ നിർദ്ദേശപ്രകാരം ആണെങ്കിൽ പോലും ആ തീരുമാനങ്ങൾ എടുക്കേണ്ടത് ദേവസ്വം ബോർഡാണ്, ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരാണ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരവാദിത്വം ദേവസ്വം ബോർഡിനും ഉദ്യോഗസ്ഥരുമുണ്ട്. ദേവസ്വം ബോർഡിന് മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണോ ഉത്തരവാദിത്വം എന്ന ചോദ്യം അപ്പോൾ ഉയരും. കാരണം അതിനെല്ലാം മേൽനോട്ടം വഹിക്കുന്ന ദേവസ്വം വകുപ്പിനും ഇതിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. 2019 നടപടികളിൽ കുറ്റം ചാർത്തുമ്പോൾ ആ കുറ്റത്തിൻ്റെ ഉത്തരവാദിത്വം അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന് മേൽ കൂടി വന്നു ചേരുകയാണ്, അന്നത്തെ സർക്കാരിന് മേൽ വന്നു ചേരുകയാണ്. ആ സർക്കാർ പിണറായി വിജയൻ നയിക്കുന്ന ഒന്നാം പിണറായി സർക്കാർ ആയിരുന്നു എന്ന വസ്തുത കൂടി വെളിപ്പെടുമ്പോൾ സർക്കാരിന് ഈ സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തത്തിൽ നിന്ന്, അതിൻ്റെ കുറ്റങ്ങളിൽ നിന്ന് പൂർണ്ണമായി ഒഴിഞ്ഞു നിൽക്കാൻ കഴിയാത്ത പരിസ്ഥിതിയുണ്ട്. അത്തരമൊരു സാഹചര്യമാണ് ഉരുത്തിരിഞ്ഞു വരുന്നത്. എങ്കിലും അന്വേഷണം നടക്കട്ടെ എന്ന പ്രതിരോധമുയർത്തി സർക്കാർ ഇതിനെയെല്ലാം മറികടക്കാൻ ശ്രമിക്കുകയാണ്. നേരത്തെ ചോദ്യോത്തരവേളയിൽ അടക്കം ഉയർന്ന ശക്തമായ പ്രതിഷേധത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് 2019 പിഴവ് പറ്റിയെന്ന് സമ്മതിക്കാൻ സർക്കാർ സന്നദ്ധമാകുന്നതെന്ന് കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. 2019 ദേവസ്വം ഭരണസമിതിക്ക് ഉത്തരവാദിത്വമെന്ന് പറയാതെ പറയുകയാണ് ദേവസ്വം മന്ത്രി ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ അന്ന് ബോർഡ് പ്രസിഡന്റായിരുന്ന പത്മകുമാറിന് മേൽ കൂടുതൽ ചോദ്യങ്ങൾ ഉയരുന്നു. തനിക്ക് ഭയപ്പെടാനൊന്നുമില്ല എന്ന് പറഞ്ഞൊഴിയുകയാണ് പത്മകുമാർ. അതുൾപ്പെടെ അന്വേഷിച്ചോട്ടെ എന്നും ഇപ്പോൾ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വീണ്ടും പറയുന്നുണ്ട്. അന്വേഷണം ആ വഴിക്ക് തന്നെയാണ്. ഒരുപക്ഷെ ഇതായിരിക്കും ഈ വിഷയത്തിലെ സർക്കാരിന്റെ പ്രതിരോധം എന്നാണ് ഞങ്ങളുടെ തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ട് ചെയ്തത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.